ഹായ്. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പതറിപ്പോകാറുണ്ട്. വളരെ സ്റ്റക്കായിട്ട് നിൽക്കാറുണ്ട് ചില ആളുകൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു, ഇല്ലേ? 3 രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം. ഫ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഓടിപ്പോകാം. ഓടിപ്പോയാൽ എവിടെ വരെ ഓടിയാലും ആ പ്രശ്നം നിങ്ങളെ പിന്തുടരുന്നുണ്ടാവും. ഓക്കെ. ചില ആളുകളാവട്ടെ ഫ്രീസ് ചെയ്ത് നിന്നു, സ്റ്റക്കായിട്ട് നിന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു ആ പ്രശ്നങ്ങൾക്ക് മുന്നിൽ. ഓക്കെ. ചില ആളുകളാവട്ടെ ആ പ്രശ്നങ്ങൾക്ക് നേരെ ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് വരെ. ഓക്കെ. നിങ്ങളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് നിങ്ങൾക്ക് പരിഹരിക്കാനാവാത്ത രീതിയിലുള്ള ഒരു പ്രശ്നവും നിങ്ങൾ നേരിട്ടിട്ടില്ല. ഒരാൾക്കും അങ്ങനൊരു പ്രശ്നം ഈ ലോകത്ത് ഉണ്ടാകുകയുമില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രശ്നങ്ങൾക്ക് ഈ ലോകത്തിൽ പരിഹാരമുണ്ട്. പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരവും ഈ ലോകത്തുണ്ട്. ഓക്കെ. ചില ആളുകളാകട്ടെ കഴിഞ്ഞ കാലഘട്ടത്തെ ഓർത്ത് സങ്കടപ്പെട്ട് അതിനെ ഓർത്ത് ആ സങ്കടത്തെ താലോലിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരാവട്ടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയെക്കുറിച്ചിട്ട് നാളെ എന്താകും, എങ്ങനെ വരും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ഉത്കണ്ഠകളെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ മനോഹരമായിട്ടുള്ള ഈ നിമിഷം ജീവിക്കാതെ മുന്നോട്ട് പോകുന്നു. ഈ 2 കൂട്ടരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട്. അതായത്, നിങ്ങൾ 5 വർഷം മുൻപ് എങ്ങനെയാണ് ജീവിച്ചത്, നിങ്ങളുടെ പ്രവർത്തനം എന്തായിരുന്നു, അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത്. അതിന് കാരണം മറ്റാരുമല്ല. പലരെയും നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട്. അയാൾ കാരണം കൊണ്ടാണ്, അവർ കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒന്നുമല്ല. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്. നാളേക്ക് എന്തൊക്കെ വേണമോ നിങ്ങൾക്ക്, അതിന് ഈ നിമിഷം, ഇന്നത്തെ ഈ നിമിഷമാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. മൈൻഡ്ഫുൾനെസ്സിൽ ഈ നിമിഷം നിങ്ങൾ പ്രവർത്തിക്കുക. ഈ നിമിഷമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വിലപ്പെട്ട സമയം. നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയവും ഈ നിമിഷം തന്നെയാണ്. ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ടാണ് നാളേക്ക് ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, സൈക്കോളജിയിൽ പറയുന്നത് 85% കാര്യങ്ങളും, നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്ന, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന 85% കാര്യങ്ങളും അത് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിട്ട് ഓർത്താണ് നമ്മൾ ഇന്ന് വിലപിച്ച് ഇന്നത്തെ മനോഹരമായിട്ടുള്ള ഈ നിമിഷം ജീവിക്കാതെ, ആസ്വദിക്കാതെ, വിഷമിച്ച് മുന്നോട്ട് പോകുന്നത്.